പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളും അധ്യാപകരും ഇന്ന് പണിമുടക്കുകയാണ്. ഒന്ന് DA കുടിശ്ശിക അവർക്ക് ലഭിച്ചിട്ടില്ല, ഇനിയും ലഭിക്കാനുണ്ട്. നിരവധി തവണ റിക്വസ്റ്റ് ചെയ്തിട്ടും സർക്കാർ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇനി ശമ്പള പരിഷ്കരണ കുടിശ്ശികയാകട്ടെ, അതിനൊരു മറുപടി പോലുമില്ല. ക്ഷാമബദ്ധ കുടിശ്ശികയുടെ കാര്യം പറയേണ്ടതുമില്ല. ഇതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഈ സംയുക്ത പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BMS ഉണ്ട്, INTUC ഉണ്ട്. ഈ അനുകൂല യൂണിയനുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നതും. സമരം നേരിടാൻ പിണറായി സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. പക്ഷേ അതിലൊന്നും സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ സംഘടനാ അംഗങ്ങൾ. ശ്യാം കാങ്കാലിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, എന്തായാലും നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ, പിണറായി സർക്കാർ ഇപ്രകാരം ഈ ജീവനക്കാരോടും അധ്യാപകരോടും കാര്യങ്ങൾ തുടരവേ ഈ പണിമുടക്ക് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നതാണ്, എന്നിട്ട് പോലും ഒരു സന്ധിക്ക് ശ്രമിച്ചില്ല എന്നാണോ? തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ മുൻപേ പ്രഖ്യാപിച്ച ഒരു പണിമുടക്കിന് സർക്കാർ നേരിടാൻ വേണ്ടിയുള്ള ഡയസ്നോൺ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, CITU അടക്കമുള്ള ഇടത് യൂണിയൻ ഒഴികെ ബാക്കി എല്ലാ യൂണിയനിൽപ്പെട്ട ജീവനക്കാരും ഇന്ന് പണിമുടക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ് പണിമുടക്കുന്നത്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഏകദേശം ഈ 2021 മുതലുള്ള ഉത്സവബദ്ധ അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ അധ്യാപകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരും പണിമുടക്കിലേക്ക് എത്തുന്നത്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിലെ മറ്റും പ്രബല സംഘടന NGO സംഘം അടക്കമുള്ള NGO അസോസിയേഷൻ അടക്കമുള്ള സംഘടനയിലെ ജീവനക്കാരെല്ലാം തന്നെ ഇന്ന് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്രട്ടേറിയറ്റിലെയും വൈദ്യുതിഭവനിലെയും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ സർക്കാർ തലത്തിലെ സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ ഇന്ന് പ്രവർത്തനരഹിതമാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ സെക്രട്ടേറിയറ്റിലെ ഒരു ഭാഗം മാത്രമാണ് ഇടത് യൂണിയൻ പ്രബല ശക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടത് യൂണിയനിൽ പങ്കെടുക്കാതെ മറ്റു യൂണിയനിലെ അംഗങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്നൊരു പണിമുടക്കായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പണിമുടക്ക് തന്നെയാവും. കാരണം ഇത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു പണിമുടക്കാണെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തിനെ തുടർന്ന് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പണിമുടക്ക് അതിനെ നേരിടുന്നതിനായിട്ട് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം സാമ്പത്തിക ബാധ്യതയിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവനക്കാർ ഇപ്പോൾ കടം മേടിച്ചാണ് ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് എന്നാണ് സർക്കാർ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം വിവിധ കാലങ്ങളായിട്ട് 2021 മുതലുള്ള ക്ഷാമബത്ത അവർക്ക് കൃത്യമായി നൽകുന്നില്ല. ഒപ്പം തന്നെ മറ്റു മേഖലകളിലേക്ക് വന്നാൽ ജീവനക്കാരുടെ DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട്. ഒപ്പം തന്നെ ഈ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള ആളുകളും വേറെയുമുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ സർക്കാർ ആനുകൂല്യങ്ങൾ, ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഈ സാഹചര്യത്തിൽ 2020 മുതലുള്ള ആനുകൂല്യങ്ങൾ പല കാര്യങ്ങളിലായി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാർ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് ജീവനക്കാർ തന്നെ ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ ഏകദേശം ഒരു 60% ആളുകളും മറ്റ് യൂണിയനുകൾപ്പെട്ട ആളുകളാണ്. നമുക്കറിയാം, ഈ തലസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ച ഈ NGO യൂണിയനും NGO അസോസിയേഷനും NGO സംഘമടക്കമുള്ള പ്രബലമായ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളെല്ലാം തന്നെ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നു. INTUC, BMS അടക്കമുള്ള സംഘടനകളോട് അനുകൂലമായി നിൽക്കുന്ന എല്ലാ ജീവനക്കാരും ഇന്ന് പണിമുടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് CITU മറ്റ് ഇടത് യൂണിയനുകളിലെ അംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സർക്കാർ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പണിമുടക്കായി തന്നെ ഇത് മാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പണിമുടക്കോടുകൂടി സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അത് താളം തെറ്റുമെന്ന് തന്നെയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയുക. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇന്ന് സർക്കാർ ഓഫീസുകൾക്ക് ഒരു പകുതി അവധി എന്ന നിലയിലാക്കും പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വലിയ ഒരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വിവിധ കാലങ്ങളായി അവർ മുന്നോട്ട് വയ്ക്കുന്ന അതേ ആവശ്യം തന്നെ വീണ്ടും അവർ ഉന്നയിക്കുകയാണ്. കാരണം DA കുടിശ്ശികയും ശമ്പള പരിഷ്കരണവും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകണം.
എന്നത് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെയും ആവശ്യം. പ്രധാനമായും 2021 മുതലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, 2020 മുതലുള്ള കുടിശ്ശികകൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും വരെ ഇതൊരു സൂചന പണിമുടക്ക് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ തീരുമാനമുണ്ടാകാത്ത പക്ഷം ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഈ സർക്കാർ ജീവനക്കാർ കടക്കുമെന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ NGO സംഘടനയും NGO അസോസിയേഷൻ്റെയും അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ നമ്മളോട് സംബന്ധിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അവർ കൃത്യമായൊരു നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം സർക്കാർ ഈ നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് തന്നെ പോകേണ്ടി വരും. ഒപ്പം തന്നെ ഈ ഒരു സൂചനാ സമരം കൊണ്ട് സർക്കാർ അതിന് വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ അതിന് തക്കതായ ഒരു രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അവർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഇന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് എത്തുന്ന സാധാരണക്കാരായ ജനങ്ങളെ അത് ബാധിക്കും. അത് സർക്കാർ എങ്ങനെയാ ഈ സമരത്തെ, ഈ പണിമുടക്കിനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും ഇവരുടെ തുടർ കാര്യങ്ങളിൽ തീരുമാനം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ശ്യാം, ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഈ സമരത്തെ നേരിടാൻ പിണറായി സർക്കാർ. അത് ഏറ്റവും വിരോധാഭാസം എന്തെന്നാൽ ഈ പണിമുടക്കുകളിലൂടെയും സമരങ്ങളിലൂടെയും വളർന്നു വന്ന ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരാണ് ഇപ്രകാരം ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്രകാരം പണിമുടക്ക്, അതും ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്ന ജീവനക്കാരോട് ഈ വിധം പെരുമാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ എന്തായാലും ഇന്ന് പണിമുടക്കിന് പോകുന്ന ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനം കുറയ്ക്കും എന്നത് മാത്രമല്ല, ഇന്ന് ജോലിക്ക് ഹാജരാത്തവരുടെ ലിസ്റ്റൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഈ പൊതുഭരണ വകുപ്പിനോട്. അത് സമർപ്പിക്കാനാണ് നിർദ്ദേശമെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരത്തെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി വ്യക്തമാക്കിയത്. കാരണം ഈ പണിമുടക്ക് ഒരു അനാവശ്യ ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഈ പണിമുടക്കിന് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യകതയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ഡയസ്നോൺ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഈ പണിമുടക്കിനെ ഏതു തരത്തിലും അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പേടിപ്പെടുത്തിക്കൊണ്ടോ തിരികെ ഈ ജോലിക്ക് എത്തിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ധനമന്ത്രിയുടെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും നിലവിലെ സാഹചര്യം അത് ഒരു ഖേദകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സർക്കാർ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. 6 ഗഡുക്കളായിട്ടുള്ള DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ഒപ്പം തന്നെ ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് അധ്യാപക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം മറ്റ് ഇതര സർക്കാർ ജീവനക്കാർ, സർക്കാർ തൊഴിലാളികളും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം 2020 മുതലും 2021 മുതലും നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശിക അത് കൃത്യമായി നൽകുക, ഒപ്പം തന്നെ മറ്റ് അവരുടെ തടഞ്ഞു വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ അത് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ തന്നെയാണ് മറ്റിതര സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ ആവശ്യത്തോട് സർക്കാരിൻ്റെ നയം എന്താണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും ഈ സമരം കൊണ്ട് ഫലമുണ്ടാകുമോ, സർക്കാർ കണ്ണു തുറക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം അത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കും. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന സമര പ്രക്ഷോഭം അത് വിവിധ ഇടത് യൂണിയനിൽ അല്ലാത്ത മറ്റ് യൂണിയനിൽപ്പെട്ട എല്ലാ തൊഴിലാളി സംഘടനകളും അധ്യാപകരും തൊഴിലാളികളും ഒക്കെ തന്നെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. എന്തായാലും വലിയൊരു ന്യായമാണ്. എല്ലാ സർക്കാർ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുക എന്നൊക്കെ നമ്മുടെ ലൈവിന് താഴെ കൊമന്റ്സ് ആയും വരുന്നുണ്ട്. തീർച്ചയായും ആവശ്യം ന്യായമാകുമ്പോൾ പണിമുടക്കും സമരവും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല എന്നുള്ളൊരു ഗതികേട്ടിലാണ് നമ്മുടെ ജീവനക്കാരും അധ്യാപകരും ഒപ്പം ജനങ്ങളും എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.